ചക്രവാണി ക്ലാസ്സസ് 2.0 ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് കറണ്ട് അഫയറിന്റെ ഒരു പാർട്ട് വീഡിയോ ആണ് നമ്മൾ കാണുന്നത്. 2025 കറണ്ട് അഫയർ നമ്മൾ നോക്കി വരികയാണ്. അതിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന നിലയിൽ ചില പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് നമ്മളിന്ന് കാണുക. നമുക്കറിയാം, ഡിഗ്രി ലെവൽ പ്രാഥമിക പരീക്ഷ അടുത്ത് വരികയാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനും KAS പോലുള്ള പരീക്ഷകളുടെ പ്രാഥമിക പരീക്ഷ വരുന്നുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ആർട്ട്, കൾച്ചർ, സ്പോർട്സ്. പ്രാഥമിക പരീക്ഷ സംബന്ധിച്ചിടത്തോളം 10 മാർക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ ചോദ്യം നാം കണ്ടിട്ടുള്ളതും കറണ്ട് അഫയർ ഭാഗവുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ ഇന്ന് ആദ്യമായിട്ട് ഞാൻ പറയുന്നത് ആർട്ട് കൾച്ചറുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. മായാദർ റൌട്ട് ആരാണ്? മായാദർ റൌട്ട്, ഈ പേര് കേട്ടിട്ടുണ്ടോ? മായാദർ റൌട്ട്, ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. മായാദർ റൌട്ട് ഇദ്ദേഹം ഒരു ഒഡീസി ഡാൻസർ ആണ്. ഒഡീസി ഡാൻസർ ആണ് ഇദ്ദേഹം. അതല്ല അവിടുത്തെ പ്രശസ്തി. ഇദ്ദേഹമാണ് ഒഡീസി ഡാൻസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ഒഡീസി ഡാൻസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മായാദർ റൌട്ട് ആണ്. ഒഡീസി ഡാൻസിന്റെ പിതാവാണ് മായാദർ റൌട്ട്. അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം 2025 ഫെബ്രുവരിയിലാണ് ഇദ്ദേഹം അന്തരിച്ചത്. 2025 ഫെബ്രുവരിയിലാണ് മായാദർ റൌട്ട് അന്തരിച്ചത്. ആ നിലയ്ക്ക് ഒഡീസി ഡാൻസിന്റെ പിതാവ് ആര്? ഒഡീസി ഡാൻസിന്റെ പിതാവ് ആര് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് മായാദർ റൌട്ട് ആണ്. അപ്പൊ ഇനി നമുക്ക് ഇന്ത്യയിലുള്ള ക്ലാസിക്കൽ നൃത്തരൂപങ്ങളൊന്ന് നോക്കിയാലോ. അതിന് നിങ്ങളൊന്ന് ഓർത്തു വെക്കേണ്ടുന്ന ഒരു കോഡ് ആണ് K³ M² ബോസ് BOS. ഇത് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 8 ക്ലാസിക്കൽ ഡാൻസുകൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. Kയിലുള്ള നമുക്ക് നോക്കിയാലോ. ഒന്നാമത് നമ്മുടെ കഥകളി. Kയിലെ ഒന്നാമത്തത് കഥകളി. നമുക്കറിയാം, കേരളത്തിൽ നിന്നുള്ള ഒരു ഡാൻസ് ആണ് കഥകളി. രണ്ടാമത് കഥക്, അത് ഉത്തർപ്രദേശിലാണെന്ന് നമുക്കറിയാം. കഥക് UP അല്ലെങ്കിൽ വടക്കേ ഇന്ത്യ എന്ന് പറയുന്നതിലും തെറ്റില്ല. മൂന്നാമത്താണ് കുച്ചിപ്പുടി. ആന്ധ്രാപ്രദേശിലെ ഒരു കലാരൂപമാണ് കുച്ചിപ്പുടി. ആന്ധ്രാപ്രദേശിലെ കലാരൂപമാണ് കുച്ചിപ്പുടി. അപ്പൊ Kയിലുള്ള 3 കഥകളി, കഥക്, കുച്ചിപ്പുടി. ഇനി Mലുള്ള 2, ഒന്ന് മോഹിനിയാട്ടം, കേരളത്തിന്റെ മോഹിനിയാട്ടം. അടുത്തുള്ളതാണ് മണിപ്പൂരി. അപ്പൊ Mലുള്ള 2 കൂടി ആയി. ഇനിയുള്ളത് ഒന്ന് B എന്താണ്? ഭരതനാട്യം. ഒഡീസി ഡാൻസ്. S എന്താണ്? സാത്രിയ ആസാമിലുള്ള ഒരു നൃത്ത രൂപമാണ്. അപ്പൊ നമുക്ക് 8 ഇവിടെ ആയിട്ടുണ്ട്. K³ M² BOS. ഇതിൽ Kയിൽ നിന്ന് 3 കഥകളി കേരളം, കഥക്, കുച്ചിപ്പുടി. പിന്നെ Mലുള്ള 2 മോഹിനിയാട്ടം കേരളത്തിലാണ്, മണിപ്പൂരി. അടുത്ത B ഭരതനാട്യം തമിഴ്നാടാണ്, ഒഡീഷയാണ്, സാത്രിയ ആസാമിലാണ്. അപ്പൊ നമ്മൾ കണ്ടത് മായാദർ റൌട്ട് ആരാണ്? ഒഡീസി എന്ന നൃത്തരൂപത്തിന്റെ പിതാവ് ആണ് മായാദർ റൌട്ട്. അതോടൊപ്പം നമ്മൾ ക്ലാസിക്കൽ ഡാൻസുകളായ 8 നോക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് വെച്ചുകൊണ്ട് നമുക്കൊന്ന് ക്ലാസിക്കൽ ഭാഷകളിലേക്ക് കൂടി ഒന്ന് സഞ്ചരിച്ചാലോ. ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷകൾ ഏതൊക്കെയാണ്? നമുക്കറിയാം, ആകെ നിലവിൽ 11 ക്ലാസിക്കൽ ഭാഷകളാണ് ഉള്ളത്. ഇന്ന് എത്ര ക്ലാസിക്കൽ ഭാഷ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 11 ആണ്. 6 ഓൾറെഡി ഉണ്ടായിരുന്നു, 5 കഴിഞ്ഞ വർഷം കൂട്ടിച്ചേർത്തെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ 11 നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ക്ലാസിക്കൽ ഭാഷ നോക്കിക്കഴിഞ്ഞാൽ അത് തമിഴാണ്. ഒന്നാമത്തെ ക്ലാസിക്കൽ ഭാഷ തമിഴാണ്. അത് കഴിഞ്ഞ് നേടിയത് സംസ്കൃതമാണ്. 3ാമത് കന്നഡ, 4 തെലുങ്ക്, 5ാമത് വരുന്നത് മലയാളമാണ്, 6ാമത് വരുന്നത് ഒഡിയയാണ്. പിന്നെ ഉള്ളത് നമുക്ക് ഇപ്പൊ നൽകിയ 5 ആ 5 മഹാരാഷ്ട്രയിൽ നിന്ന് മറാത്തി, അതിനുശേഷം ബംഗാളിൽ നിന്ന് ബംഗാളി, ആസാമിൽ നിന്ന് ആസാമീസ്. പിന്നെ 2 മുൻ സംസ്കൃതവുമായി ബന്ധപ്പെട്ട 2 ഭാഷകളാണ് പാലിയും പ്രാകൃതം. അപ്പൊ ഇപ്പൊ നേടിയ 5 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തത് മറാത്തി, 2ാമത്തത് ബംഗാളി, 3ാമത്തത് ആസാമീസ്, 4 പാലി, 5 പ്രാകൃത്. അങ്ങനെ ആകെ 11 ക്ലാസിക്കൽ ഭാഷകളാണ് നമുക്കുള്ളത്. അപ്പൊ നമ്മൾ 11 ക്ലാസിക്കൽ ഭാഷകളാണ് കണ്ടത്. ആദ്യമായിട്ട് ലഭിച്ചത് തമിഴിനാണ് 2004. രണ്ടാമത് കിട്ടിയത് സംസ്കൃതത്തിനാണ്. 3 കന്നഡ, 4 തെലുങ്ക്, 5 മലയാളത്തിന് കിട്ടിയത് 2013. 6ാമത് ഒഡിയ എന്ന ഭാഷ കിട്ടിയത് 2014. പിന്നെ കഴിഞ്ഞ വർഷം 2024 ലഭിച്ച 5 ഭാഷകൾ കൂടി നമ്മൾ നോക്കി. മറാത്തി, ആസാമീസ്, ബംഗാളി, പാലി,
പ്രാകൃത്. അങ്ങനെ ഇത്രയും ചേർത്ത് 11 ക്ലാസിക്കൽ ഭാഷകളാണ് നിലവിലുള്ളത്. ക്ലാസിക്കൽ ഭാഷ എന്ന് പറഞ്ഞാൽ 1500-ലധികം വർഷം പാരമ്പര്യമുള്ള ഭാഷകൾക്ക് നൽകുന്ന ഒരു പദവിയാണ് ക്ലാസിക്കൽ ഭാഷ പദവി എന്നുകൂടി മനസ്സിലാക്കി വെക്കുക. ഇനി ആരാണ് ക്ലാസിക്കൽ ഭാഷ പദവി നൽകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയമാണ്. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയമാണ് ക്ലാസിക്കൽ ഭാഷ പദവി നൽകുന്നത്. ഇനി നിലവിൽ ആരാണ് കേന്ദ്ര സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ആണ്. ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ആണ്. അദ്ദേഹമാണ് സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. ആ വസ്തുത കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പൊ മായാദർ റൌട്ടിൽ നിന്നാണ് നമ്മൾ ക്ലാസിക്കൽ ഡാൻസുകളും നോക്കി, അതേപോലെ ക്ലാസിക്കൽ ഭാഷകളും നോക്കിയത്. അപ്പോൾ ക്ലാസിക്കൽ ഡാൻസ് 8 എണ്ണം നമ്മൾ കണ്ടു, അതേപോലെ ക്ലാസിക്കൽ ഭാഷകൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 11 എണ്ണവും കണ്ടിട്ടുണ്ട്. ഇതാണ് നമുക്ക് ആദ്യ ഒരു ഭാഗത്ത് നോക്കേണ്ടുന്ന ഒരു കറണ്ട് അഫയർ വസ്തുത. അടുത്ത് നാം നോക്കുന്നത് 2025 തെരഞ്ഞെടുപ്പ് നടന്ന ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് ഡൽഹി. അപ്പൊ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില വസ്തുതകൾ നമുക്കൊന്ന് പരിഗണിക്കാം. നമുക്കറിയാം 2025 ഡൽഹിയിലേക്ക് പൊതു തിരഞ്ഞെടുപ്പ് നടന്നത്. ആ തിരഞ്ഞെടുപ്പ് എത്ര മണ്ഡലങ്ങളിലേക്കാണ് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 70 സീറ്റുകളിലേക്കാണ്. അപ്പൊ ഡൽഹിയിലെ ആകെ സീറ്റുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ അത് 70 ആണ്. ആകെ 70 സീറ്റുകളിലേക്കാണ് ഇലക്ഷൻ നടന്നത്. ഈ ഇലക്ഷന് അനന്തരം ആര് മുഖ്യമന്ത്രിയായി? രേഖ ഗുപ്ത. അപ്പൊ നിലവിലെ ഡൽഹിയുടെ മുഖ്യമന്ത്രി ചോദിച്ചു കഴിഞ്ഞാൽ അത് രേഖ ഗുപ്തയാണ്. നിലവിലെ ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത. അവിടെ ഒളിഞ്ഞിരിക്കുന്ന ചോദ്യം, ഡൽഹിയുടെ എത്രാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഖ ഗുപ്ത? ഡൽഹിയുടെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഖ ഗുപ്ത. അങ്ങനെയാണെങ്കിൽ ഒന്നാമത് ആരാണ്? സുഷമ സ്വരാജ്. ഒന്നാമത്തെ വ്യക്തി സുഷമ സ്വരാജ്. 2ാമത്തെ വ്യക്തി ഷീല ദീക്ഷിത്. 3ാമത്തെ വ്യക്തി അതിഷി മർലേന. 4ാമത്തെ വ്യക്തിയാണ് രേഖ ഗുപ്ത. അപ്പൊ നിലവിലെ മുഖ്യമന്ത്രി ചോദിച്ചു കഴിഞ്ഞാൽ രേഖ ഗുപ്തയാണ്. BJPയുടെ മുഖ്യമന്ത്രിയാണ് രേഖ ഗുപ്ത എന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ 4ാമത്തെ ഡൽഹിയുടെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഖ ഗുപ്ത. എന്നാൽ തൊട്ട് മുമ്പ് ആരായിരുന്നു മുഖ്യമന്ത്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അതിഷി മർലേനയായിരുന്നു. അതിഷി മർലേന ആം ആദ്മി പാർട്ടി. അതിന് തൊട്ട് മുമ്പ് ചോദിച്ചു കഴിഞ്ഞാൽ അരവിന്ദ് കെജ്രിവാൾ ആയിരുന്നു. അദ്ദേഹമാണ് ആം ആദ്മി പാർട്ടിയുടെ അധ്യക്ഷൻ അല്ലെങ്കിൽ കോർഡിനേറ്റർ എന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന ഒരു ദേശീയ പാർട്ടിയാണ്. നമുക്കറിയാം ഇന്ത്യയിൽ ആകെ 6 ദേശീയ പാർട്ടിയാണുള്ളത്. BJP, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്, 4ാമത് ആം ആദ്മി പാർട്ടി, 5 BSP, 6ാമത് നാഷണൽ പീപ്പിൾസ് പാർട്ടി. ഇങ്ങനെ 6 ദേശീയ പാർട്ടികളാണ് നമ്മൾക്ക് ഉള്ളതെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞത് അതിഷി മർലേനെ കുറിച്ചുകൂടി നമ്മളിവിടെ കണ്ടു. നിലവിൽ അതിഷി മർലേന വഹിക്കുന്ന പദവി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹിയുടെ പ്രതിപക്ഷ നേതാവാണ്. ഡൽഹിയുടെ പ്രതിപക്ഷ നേതാവ് ചോദിച്ചു കഴിഞ്ഞാൽ അത് അതിഷി മർലേനയാണ്. അവിടെ ഒളിഞ്ഞിരിക്കുന്ന ഒരു ചോദ്യം, ഡൽഹിയുടെ ആദ്യ വനിതാ പ്രതിപക്ഷ നേതാവ് ആര്? അത് ചോദിച്ചാലും അതിഷി മർലേനയാണ്. ഡൽഹിയുടെ ആദ്യ വനിതാ പ്രതിപക്ഷ നേതാവ് ചോദിച്ചു കഴിഞ്ഞാലും അതിഷി മർലേനയാണ്. അപ്പൊ ആ വക കാര്യങ്ങൾ നമുക്ക് ഡൽഹിയുമായി ബന്ധപ്പെടുത്തി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതിയാവും. പിന്നീട് നമ്മൾ പോവേണ്ടത് ഡൽഹിയുടെ ആദ്യ മുഖ്യമന്ത്രി ആരായിരുന്നു? 1952 കാര്യമാണ് പറയുന്നത്. 1952 ഡൽഹിയുടെ ആദ്യ മുഖ്യമന്ത്രി ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രഹ്മപ്രകാശ് യാദവ് ആണ്. ബ്രഹ്മപ്രകാശ് യാദവ്. ഡൽഹിയുടെ ആദ്യത്തെ CM ചോദിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മപ്രകാശ് യാദവ് ആണ്. ഡൽഹിയുമായി ബന്ധപ്പെടുത്തി നമ്മൾ പഠിക്കേണ്ടതാണ് 69ാം ഭരണഘടനാ ഭേദഗതി. 69ാം ഭരണഘടനാ ഭേദഗതി 1991 ഈ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് കേന്ദ്രഭരണ പ്രദേശമായിരുന്ന ഡൽഹിയെ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി എന്നാക്കി നാമകരണം ചെയ്തത്. നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി എന്നാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ചോദിച്ചു കഴിഞ്ഞാൽ അത് 69ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഇനി നമുക്കറിയാം ഇന്ത്യയുടെ തലസ്ഥാനമാണ് ഡൽഹി. ഡൽഹി ആദ്യമായി തലസ്ഥാനമാകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1911 ബ്രിട്ടീഷ് ഭരണകാലത്ത് കൊൽക്കത്തയിലായിരുന്ന തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയത് 1911 കൂടി ഓർത്ത് വയ്ക്കുക. ഇന്ദ്രപ്രസ്ഥം എന്നറിയപ്പെടുന്ന സ്ഥലം ചോദിച്ചാലും ഡൽഹിയാണ്. ഇന്ദ്രപ്രസ്ഥം എന്നറിയപ്പെടുന്ന സ്ഥലം ചോദിച്ചാലും ഡൽഹിയാണ്. അതേപോലെ ഓസ്കാറിൽ നോമിനേഷൻ കിട്ടിയ ഒരു ചിത്രമാണ് അനൂജ. അമേരിക്കൻ നിർമ്മിതമായ ഇന്ത്യൻ പശ്ചാത്തലമുള്ള ഒരു ചിത്രമാണ് അനൂജ. ആ അനൂജ എന്ന ചിത്രത്തിൽ പ്രതിപാദ്യമായ സ്ഥലം നോക്കിക്കഴിഞ്ഞാലും അത് ഡൽഹി ആണെന്നൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഇതാണ് നമുക്ക് ആ ഡൽഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം. അപ്പൊ ഡൽഹിയുമായി ബന്ധപ്പെട്ട കാര്യം വ്യക്തമാണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഞാൻ നോക്കുന്നത് മറ്റൊരു ചോദ്യമാണ്. കേരള സംസ്ഥാനത്ത് ആദ്യമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും സൗജന്യ ബസ് യാത്ര ഏർപ്പെടുത്തിയ പഞ്ചായത്ത് ഏതാണ്? തൃപ്പങ്ങോട് പഞ്ചായത്താണ്, മലപ്പുറം ജില്ല. തൃപ്പങ്ങോട് പഞ്ചായത്ത്
മലപ്പുറം ജില്ലയിലാണ് തൃപ്പങ്ങോട് പഞ്ചായത്ത്. നമുക്കറിയാം മലപ്പുറം ജില്ല രൂപീകരിക്കുന്നത് 1969 ജൂൺ 16-നാണ്. 1969 ജൂൺ 16-നാണ് മലപ്പുറം രൂപീകരിക്കുന്നത്. ജനസംഖ്യ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള കേരളത്തിലെ ജില്ലയും മലപ്പുറമാണ്. അതേപോലെ അക്ഷയ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മലപ്പുറത്താണ്. അക്ഷയ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് മലപ്പുറത്താണ്. അതേപോലെ കുടുംബശ്രീയുടെ ഉദ്ഘാടനം AB വാജ്പേയി, അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ AB വാജ്പേയി നടത്തിയത് ചോദിച്ചു കഴിഞ്ഞാൽ അതും മലപ്പുറത്താണെന്ന് ഒന്ന് ഓർത്തു വയ്ക്കുക. രണ്ട് പ്രധാന കാര്യങ്ങളാണ് നമുക്ക് തെറ്റിപ്പോവാൻ സാധ്യതയുള്ളത്. ഒന്ന്, കാലിക്കറ്റ് വിമാനത്താവളം. കാലിക്കറ്റ് വിമാനത്താവളത്തിന്റെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് വരുന്നത് മലപ്പുറത്താണ്. കാലിക്കറ്റ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്താണ്. കരിപ്പൂർ, പ്രോപ്പർ ആയിട്ടുള്ള സ്ഥലം പറഞ്ഞാൽ കരിപ്പൂർ, അത് മലപ്പുറത്താണ്. മറ്റൊന്നാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം നമുക്കറിയാം അത് മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പാലമാണ്. അപ്പൊ തേഞ്ഞിപ്പാലമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം. അത് മലപ്പുറത്താണെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അതേപോലെ മലപ്പുറവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് കേരളത്തിലെ മക്ക എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ കേരളത്തിലെ മെക്ക എന്നറിയപ്പെടുന്ന പൊന്നാനി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മലപ്പുറത്താണ്. കേരളത്തിലെ മെക്ക എന്നറിയപ്പെടുന്ന പൊന്നാനി ചോദിച്ചു കഴിഞ്ഞാൽ മലപ്പുറത്താണെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതേപോലെ പിന്നെ നമ്മൾ നോക്കാനുള്ള സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് ആദ്യം വന്ന ചില കാര്യങ്ങളാണ്. കേരളത്തിലെ ആദ്യ സ്ത്രീധന രഹിത പഞ്ചായത്ത്, കേരളത്തിലെ ആദ്യ സ്ത്രീധന രഹിത പഞ്ചായത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിലമ്പൂരാണ്, മലപ്പുറം ജില്ല. നിലമ്പൂർ, മലപ്പുറം ജില്ല. അതേപോലെ സംസ്ഥാനത്തെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് ചോദിച്ചു കഴിഞ്ഞാലും നിലമ്പൂരിലാണ്. സംസ്ഥാനത്തെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് നോക്കിക്കഴിഞ്ഞാലും നിലമ്പൂരിലാണ്. അടുത്ത ഏറ്റവും പഴക്കം ചെന്ന തേക്കിൻ തോട്ടം ചോദിച്ചു കഴിഞ്ഞാലും നിലമ്പൂരിലാണ്. ഏറ്റവും പഴക്കം ചെന്ന തേക്കിൻ തോട്ടം ചോദിച്ചു കഴിഞ്ഞാൽ നിലമ്പൂരിലാണ്. നിലമ്പൂരിലെ കനോലി പ്ലോട്ട്. ഇനി ആദ്യത്തെ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത്, PSC 1 മാർക്കാണ്, പോത്തുകൽ മലപ്പുറം. ആദ്യത്തെ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് പോത്തുകൽ എവിടെയാണ്? മലപ്പുറം ജില്ല. ഇത് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞത് മാത്രം. അതേപോലെ ഓർക്കേണ്ടതാണ് കേരള ഗ്രാമീൺ ബാങ്ക്. കേരള ഗ്രാമീൺ ബാങ്കിന്റെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ മലപ്പുറമാണ്. മിക്കവാറും എല്ലാത്തിന്റെ ആസ്ഥാനം തിരുവനന്തപുരമായിരിക്കും. എന്നാൽ അങ്ങനെ മാറി വരുന്നതാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. കേരള ഗ്രാമീൺ ബാങ്കിന്റെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ മലപ്പുറമാണ്. എന്നാൽ കേരള ബാങ്ക് അതൊരു സഹകരണ ബാങ്കാണ്. കേരള ബാങ്കിന്റെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരുവനന്തപുരത്താണെന്ന് കൂടി ഓർത്ത് വയ്ക്കുക. അപ്പൊ കേരള ഗ്രാമീൺ ബാങ്ക് മലപ്പുറം, അതേസമയം കേരള ബാങ്ക് തിരുവനന്തപുരമാണ്. ഇനി കശുവണ്ടി ഗവേഷണ കേന്ദ്രമായ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ആനക്കയമാണ്. കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയത്താണെന്ന് കൂടി ഓർത്ത് വയ്ക്കുക. ഇത് നമ്മുടെ സാഹചര്യവശാൽ മലപ്പുറവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? സംസ്ഥാനത്ത് ആദ്യമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും സൗജന്യ ബസ് യാത്ര ഏർപ്പെടുത്തിയ പഞ്ചായത്ത് ചോദിച്ചു കഴിഞ്ഞാൽ തൃപ്പങ്ങോട് പഞ്ചായത്ത്, മലപ്പുറം ജില്ല. അപ്പൊ ഇന്നത്തെ ഈ ക്ലാസ്സിലെ അവസാന ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത്, രഞ്ജി ട്രോഫി. ഇപ്പൊ ഇതെല്ലാം നിങ്ങൾ കണ്ടു, ആർട്ട്, കൾച്ചർ, സ്പോർട്സ്, ആ രീതി നമ്മളൊന്ന് കവർ ചെയ്ത് പോകാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ സ്പോർട്സിൽ നിന്നുള്ള ഒരു ഏരിയ ആണ് രഞ്ജി ട്രോഫി. അവസാനമായിട്ട് രഞ്ജി ട്രോഫി നടന്ന നമുക്കറിയാം 2024-25 സീസൺ. 2024-25 സീസൺ ആണ് പറയുക. അത് ഇമ്പോർട്ടന്റ് ആണ്, ഉറപ്പായിട്ടും ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. വിജയിച്ച ടീം ചോദിച്ചു കഴിഞ്ഞാൽ വിദർഭ. 2024-25 രഞ്ജി ട്രോഫി വിജയിച്ച ടീം ചോദിച്ചു കഴിഞ്ഞാൽ വിദർഭ. അതൊക്കെ പോട്ടെ, എന്താണ് രഞ്ജി ട്രോഫി? അത് അറിഞ്ഞുകൂടാത്തവരുണ്ടാവും നമ്മുടെ ക്ലാസ്സിനിടയിൽ. അപ്പൊ രഞ്ജി ട്രോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിക്കറ്റ് മത്സരങ്ങളാണ്. ആഭ്യന്തര ഇന്ത്യക്കകത്ത് നടക്കുന്ന ക്രിക്കറ്റ് മത്സരങ്ങളെയാണ് രഞ്ജി ട്രോഫി എന്ന് പറയുന്നത്. അത് ടെസ്റ്റ് ഫോർമാറ്റിലാണ് നടത്തുക. ടെസ്റ്റ് എന്ന് പറയുന്നത് ക്രിക്കറ്റിന്റെ ഒരു ഫോർമാറ്റാണ്. നമുക്കറിയാം ക്രിക്കറ്റിന് 3 ഫോർമാറ്റാണുള്ളത്. ഏകദിനം, T20 ടെസ്റ്റ്. ഏകദിനം, T20 ടെസ്റ്റ്. ഏകദിനം എന്ന് പറഞ്ഞാൽ ഒരു ഇന്നിങ്സ് അല്ലെങ്കിൽ ഒരു ടീമിന് 50 ഓവർ ബാറ്റ് ചെയ്യാൻ കിട്ടുന്നതാണ് ഏകദിനം. ഒരു ഓവർ എന്ന് പറഞ്ഞാൽ 6 പന്താണ് ഉണ്ടായിരിക്കുക. അങ്ങനെയുള്ള 50 ഓവർ മത്സരങ്ങളെയാണ് ഏകദിനം എന്ന് പറയുക. അതേസമയം T20 എന്ന് പറഞ്ഞാൽ ഒരു ടീമിന് 20 ഓവർ ബാറ്റ് ചെയ്യാൻ കിട്ടുന്നതാണ് T20. മൂന്നാമത് വരുന്നതാണ് ടെസ്റ്റ്. ടെസ്റ്റിന് ഓവർ പരിമിതി ഇല്ല, എന്നാൽ 5 ദിവസമാണ് ടെസ്റ്റ് മത്സരങ്ങളുടെ സമയക്രമം എന്നൊന്ന് ഓർത്താൽ മതി. അപ്പൊ ടെസ്റ്റ് മത്സരങ്ങളുടെ ഫോർമാറ്റിലാണ് രഞ്ജി ട്രോഫി എന്ന് പറയുന്ന ക്രിക്കറ്റ് മത്സരങ്ങൾ നടക്കുക. അപ്പൊ 2024-25 രഞ്ജി ട്രോഫി വിജയിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിദർഭയാണ്. 2024-25 രഞ്ജി ട്രോഫി വിജയിച്ചത് വിദർഭയാണ്. അതേസമയം രണ്ടാം സ്ഥാനത്തെത്തിയത് അല്ലെങ്കിൽ റണ്ണറപ്പ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളമാണ്. 2024-25 സീസണിൽ രണ്ടാം സ്ഥാനത്തെത്തിയത് കേരളമാണ്. അവിടെ ഒരു ചരിത്രം കൂടിയുണ്ട്. രഞ്ജി ട്രോഫിയിൽ ആദ്യമായാണ് കേരളം ഫൈനലിൽ എത്തുന്നത്. രഞ്ജി ട്രോഫിയിൽ ആദ്യമായി കേരളം ഫൈനലിലെത്തുന്ന സീസൺ ചോദിച്ചു കഴിഞ്ഞാൽ 2024-25 സീസൺ ആണെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ കേരള ക്യാപ്റ്റനെ കൂടി ഒന്ന് പഠിച്ചു വെക്കണം, സച്ചിൻ ബേബി. ഇത്തവണത്തെ കേരള ടീമിന്റെ ക്യാപ്റ്റൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് സച്ചിൻ ബേബി ആയിരുന്നു. ഇനി സെമി ഫൈനൽ
ആരെ മറികടന്നാണ് കേരളം ഫൈനലിലേക്ക് പ്രവേശിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുജറാത്തിനെ പരാജയപ്പെടുത്തിയാണ് കേരളം ഫൈനലിലേക്ക് പ്രവേശിച്ചതെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത്തവണത്തെ വിജയ് വിദർഭ, രണ്ടാം സ്ഥാനത്തെത്തിയത് കേരളമാണ്. ആകെ പങ്കെടുത്ത ടീമുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ 38 ടീമുകളാണ്. ആകെ പങ്കെടുത്ത ടീമുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ 38 ടീമുകളാണ്. ഇനി ഇതിന്റെ വിജയ് നമ്മൾ പറഞ്ഞു വിദർഭയുടെ എത്രാമത്തെ കിരീടമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വരുന്നത് 3ാമത്തെ കിരീടമാണ്. വിദർഭയുടെ 3ാമത്തെ കിരീടമാണെന്ന് കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പൊ കേരളത്തിന്റെ ക്യാപ്റ്റൻ സച്ചിൻ ബേബി. ഇനി കേരളത്തിന്റെ കോച്ചിനെ കൂടി ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. അമയ് ഖുരാസിയ. അപ്പൊ കേരളത്തിന്റെ കോച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് അമയ് ഖുറാസി ആണെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതാണ് 2024-2025 രഞ്ജി സീസണുമായി ബന്ധപ്പെടുത്തി നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.